بسم الله. بسم الله. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയാർന്ന ക്രമവും ചിട്ടയുമുള്ള ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അൽ ഉസൂലു സലാസ എന്ന ഗ്രന്ഥത്തിലൂടെ 3 പ്രധാനപ്പെട്ട അസുലുകളാണ് സംസാരിക്കുന്നത്. നമ്മൾ അവസാനത്തെ ദർസിൽ സംസാരിച്ചത് 3ാമത്തെ അസുല്, അതായത് ഒരടിമ അള്ളാഹുവിനെ തിരിച്ചറിയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിയുക. അതാണ് 3ാമത്തെ അസുല് പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മക്ക ജീവിതം, മദീന ജീവിതം, ഹിജറ, അതിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രബോധനത്തിൻ്റെ കേന്ദ്രബിന്ദു എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ചുമെല്ലാം സൂചിപ്പിച്ചു. ഇനി അതിൻ്റെ ഒടുവിലായി മുസന്നിഫ് റഹിമഹുല്ല പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖേന ദീൻ പരിപൂർണമാക്കി എന്നുള്ളതാണ്. ഇതെല്ലാം എടുക്കണ്ടേ? മുഴുവൻ ജനങ്ങളിലേക്കുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം എന്നതിനെക്കുറിച്ചല്ലേ പറഞ്ഞേ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം എല്ലാ ജനവിഭാഗങ്ങളിലേക്കുമാണ്, മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും. അതേപോലെ തന്നെ അപ്പോൾ ദീൻ സമഗ്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദീൻ സമ്പൂർണ്ണമാണ്, സമഗ്രമായതാണ്. ഖിയാമത്ത് നാൾ വരെയും ഇനി വേറൊരു ദീനിനെ ഒരു മനുഷ്യൻ എന്താകുന്നില്ല, ആവശ്യക്കാരനാകുന്നില്ല. സമ്പൂർണ്ണമായി സകല ലോകത്തേക്കും എല്ലാ മനുഷ്യരിലേക്കും എല്ലാ ജിന്നുകളിലേക്കും വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടതാണ്. അതേപോലെ തന്നെ അക്മലല്ലാഹു ബിഹിദ്ദീൻ, ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന പൂർണ്ണമാക്കുകയും ചെയ്തു. പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, വദ്ദലീലു ഖൗലുഹു തആല അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാൻ സമ്പൂർണ്ണമാക്കി നൽകിയിരിക്കുകയാണ്, എൻ്റെ നിഅമത്തിനെ ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമാക്കി നൽകിയിരിക്കുന്നു. വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ദീനിനെ ഇസ്ലാമിന് ദീനായിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തരുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ആയത്താണ്. പരിശുദ്ധ ഖുർആൻ വളരെ സുവ്യക്തമായി കൊണ്ട് പറയുകയാണ്, ദീൻ എന്താ ചെയ്തിട്ടുണ്ട്, പരിപൂർണമായിട്ടുണ്ട്. എന്താണ് ഒരു മനുഷ്യന് സ്വർഗപ്രവേശനത്തിന് ആവശ്യമായ കാര്യങ്ങൾ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ, അത് വിവരിക്കപ്പെട്ടു കഴിഞ്ഞു. ഹറാമുകളും ഹലാലുകളും മറ്റ് നിയമങ്ങളുമെല്ലാം
പൂർണ്ണമാക്കപ്പെട്ട് കഴിഞ്ഞു. ഇത് മുബ്തദിഅകളെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ റദ്ദാണ് അള്ളാഹു അവർക്ക് ഈ ആയത്തിലൂടെ നൽകുന്നത്. ഇനി എന്ത് ചെയ്യേണ്ടതില്ല, ഈ ദീനിൽ നിങ്ങൾ പുതുതായി ഏതെങ്കിലും ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ വിശ്വാസങ്ങളോ ചേർക്കേണ്ടതില്ല. ഇത് അള്ളാഹു സമ്പൂർണ്ണമാക്കി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് മുസന്നിഫ് റഹ്മഹുല്ലാഹ് പറയുകയാണ്, വദ്ദലീലു അലാ മൗതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല വഫാത്താക്കി. എന്താണ് അതിനുള്ള തെളിവ്? അള്ളാഹു പറയുന്നു, ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ, നബിയെ താങ്കൾ മരിക്കും, അവരും മരിക്കും. സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി ഇൻദ റബ്ബിക്കും തഖ്തസിമൂൻ, പിന്നീട് ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ റബ്ബിങ്കൽ നിങ്ങൾ എന്ത് ചെയ്യും? പരസ്പരം അങ്ങോട്ടും തർക്കത്തിലേർപ്പെടും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് പൂർണ്ണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഹലോകത്ത് നിന്ന് എന്ത് ചെയ്തു? അള്ളാഹുവിങ്കലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു, മരിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്നുള്ളതാണ്. ഇത് കൂടി ഈ 3 അസ്ലുകൾ ഇവിടെ മുസന്നിഫ് റഹ്മഹുല്ലാഹ് പൂർത്തിയാക്കുകയാണ്. ഇത് ഈ 3 അസ്ലുകൾ നമ്മൾ അതിൻ്റെ പ്രാധാന്യം ആദ്യമേ പറഞ്ഞതാണ്. ഇതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ ഒരു വിവരണമാണ് മുസന്നിഫ് റഹ്മഹുല്ലാഹ് ഇവിടെ നൽകിയത്. ദീൻ എന്താണ്, അള്ളാഹു ആരാണ്, റബ്ബാരാണ്, ദീൻ ആരാണ്, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്. ഈ 3 ചോദ്യങ്ങൾക്കുമുള്ളതായ ഉത്തരം ധാരാളം ഗ്രന്ഥങ്ങളിലും അതേപോലെ തന്നെ ദർസുകളിലുമെല്ലാം ഉലമാക്കൾ വിവരിച്ചിട്ടുണ്ട്. ഇത് നിരന്തരം വായിച്ചുകൊണ്ടിരിക്കണം. റബ്ബിനെ സംബന്ധിച്ചും ദീനിനെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചും നിരന്തരം ഒരു വിശ്വാസി പഠിച്ചുകൊണ്ടിരിക്കണം. കാരണം അതാണ് ഏറ്റവും മർമ്മപ്രധാനമായ ചോദ്യം. മരണത്തിന് ശേഷം അതാണ് ചോദിക്കുന്നത് ഓരോ മനുഷ്യരോടും. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള അനിവാര്യമാണ്. ഇവിടെ ഏറ്റവും ലഘുവായ നിലയിലുള്ള ഒരു വിവരണമാണ് മുസന്നിഫ് റഹ്മഹുല്ലാഹ് നൽകിയത്. ഇനി ഈ ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പാർട്ട് അൽ ഖാത്തിമ, അതിൻ്റെ കൺക്ലൂഷൻ നൽകുകയാണ്. വന്നാസു ഇദാ മാതു യുബഅസൂൻ, ജനങ്ങൾ മരിച്ചാൽ അവരെന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. വദ്ദലീലു ഖൗലുഹു തആല, അതിനുള്ള ദലീൽ അള്ളാഹുവിൻ്റെ വാക്യമാണ്. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ, നിങ്ങളെ നാം ഈ ഭൂമിയിൽ നിന്നാണ്, മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചു കൊണ്ടുവന്നത്. അതിലേക്ക് തന്നെയാണ് നാം നിങ്ങളെ മടക്കുന്നതും. അതിൽ നിന്ന് മറ്റൊരിക്കൽ കൂടി നിങ്ങളെ നാം പുറത്തു കൊണ്ടുവരികയും ചെയ്യും എന്ന് അല്ലാഹു പറയുകയാണ്. വീണ്ടും കാണാം, വല്ലാഹു അംബതകും മിനൽ അർദി നബാത സുമ്മ യുഈദുകും ഫീഹാ വയുഖ്രിജുകും ഇഖ്റാജ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിന്നാണ് നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത്, മണ്ണിൽ നിന്നാണെന്നർത്ഥം. എന്നിട്ട് പിന്നീട് അവൻ നിങ്ങളെ അതിലേക്ക് തന്നെ എന്ത് ചെയ്തു? മടക്കി. അതിനുശേഷം അതിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യും? നിങ്ങളെ അവൻ ഒന്നുകൂടി പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. ധാരാളം ആയാത്തുകളിലൂടെ, പ്രത്യേകിച്ചും മക്കയിലെല്ലാം അവതരിപ്പിച്ച ഖുർആനിക സൂക്തങ്ങളിൽ ആഖിറത്തെ സംബന്ധിച്ച്, മരണശേഷമുള്ള ഈ ജീവിതത്തെ സംബന്ധിച്ച് ഊന്നി പറയുന്ന ധാരാളം ആയാത്തുകളുണ്ട്. മരണത്തോടുകൂടി അവസാനിക്കുന്നില്ല. എല്ലാവരും മരിക്കും. മരണത്തിന് ശേഷം പിന്നീട് എന്ത് ചെയ്യും? വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോഴെന്താണ് നടക്കുക? വബഅദൽ ബഅസി മുഹാസബൂൻ, ഇങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ വിചാരണ ചെയ്യപ്പെടും, അവരുടെ കർമ്മങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും. വമജ്സിയൂന ബിഅഅമാലിഹിം, അവരുടെ അമലുകൾക്കനുസൃതമായി കൊണ്ട് അവർക്ക് ജസാ നൽകപ്പെടും, പ്രതിഫലം നൽകപ്പെടും എന്നുള്ളതാണ്. ഇതും പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുന്നതാണ്. അതിനുള്ള തെളിവ് വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, അള്ളാഹുവിനുള്ളതാണ് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സകലതും അള്ളാഹുവിൻ്റേതാണ്, അവൻ്റെ ആധിപത്യത്തിലുള്ളതാണ്, അവൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ലിയജ്സിയല്ലദീന അസാഉ ബിമാ അമിലു വയജ്സിയല്ലദീന അഹ്സനു ബിൽ ഹുസ്ന. അപ്പോൾ സകലതും അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലാണ്. അത് അവകാശപ്പെടാൻ വേറെ ആരും തന്നെയില്ല. അതുകൊണ്ട് നിങ്ങൾ ഇബാദാത്തുകൾ അള്ളാഹുവിന് അർപ്പിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. അള്ളാഹുവിൻ്റെ കയ്യിലുള്ള പ്രതിഫലത്തെ നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ
തേടിയിട്ട് എന്ത് കാര്യമാണുള്ളത്? അതുകൊണ്ട് അള്ളാഹുവിനോടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ചോദിക്കേണ്ടത്. അവനെയാണ് നിങ്ങൾ ഏക ഇലാഹായി അംഗീകരിക്കേണ്ടത്. അപ്പോൾ അള്ളാഹ് പറയണം, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സകലതും അള്ളാഹുവിൻ്റേതാണ്. എന്തിനാണതിൽ? യജ്സിയല്ലദീന അസാഉ ബിമാ അമിലു, മോശം തിന്മകൾ ചെയ്ത ആളുകൾക്ക് അവരുടെ പ്രവർത്തികൾ നിമിത്തം അവർക്ക് അതിൻ്റെ പ്രതിഫലം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെ ശിക്ഷിക്കേണ്ടത് അള്ളാഹുവാണ്. വയജ്സിയല്ലദീന അഹ്സനൂ ബിൽ ഹുസ്ന, ആരാണോ ഇഹ്സാനോടുകൂടി ജീവിച്ചവൻ, നന്മ പ്രവർത്തിച്ചവൻ, സുഹൃതങ്ങൾ ചെയ്തവൻ, അവർക്ക് ഹുസ്ന കൊണ്ടും സ്വർഗം കൊണ്ടും പ്രതിഫലം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഉടമസ്ഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഷെയ്ഖ് ഹൈതം സർഹാൻ ഹഫ്ദഹുല്ലാഹ് പറയുന്നുണ്ട്, മനുഷ്യർ മുഴുവൻ മരണത്തെ രുചിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. ലാ മുഹാല, അത് അസംഭവ്യമായ കാര്യമൊന്നുമല്ല, അത് ഉറപ്പുള്ള കാര്യമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. വമബ്ഊസൂന ലിയൗമിൻ അദീം, വളരെ ഭീകരമായ ഒരു ദിവസത്തിൽ അവരെന്ത് ചെയ്യും? ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. വഹുവ യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളാണത്. അവിടെ അവരെ വിചാരണ ചെയ്യപ്പെടുകയും അവർക്ക് അവരുടെ അമലുകൾക്കനുസൃതമായി കൊണ്ട് നന്മകളും ശിക്ഷയും അതേപോലെ തന്നെ പ്രതിഫലവും നൽകപ്പെടുന്നതാണ്. അതിനുശേഷം മുസന്നിഫ് റഹ്മത്തുള്ളാഹി പറയുന്നു, വമൻ കദ്ദബ ബിൽ ബഅസി കഫർ, ആരെങ്കിലും ഇതിനെ നിഷേധിക്കുകയാണ് എങ്കിൽ അവൻ കാഫിറാണ്. മരണത്തിന് ശേഷം മറ്റൊരു ജീവിതമില്ല, മരണത്തോടെ അവസാനിച്ചു, ജീവിതം ഈ ഒന്നേ ഉള്ളൂ എന്ന് ആരെങ്കിലും വാദിക്കുകയാണ്, ആരെങ്കിലും മരണശേഷമുള്ളതായ ജീവിതത്തെ തള്ളിക്കളയുകയാണ്, അതിനെ ഇൻകാർ ചെയ്യുകയാണ് എങ്കിൽ കഫർ, അവനെന്താണ്? കാഫിറാണ്. ഇത് വളരെയധികം ശ്രദ്ധയോടെ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മരണശേഷമുള്ളതായ ജീവിതം, അതിനെക്കുറിച്ച് എപ്പോഴും ഹൃദയത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ശൈത്താൻ മനുഷ്യരെ വഴിപഴപ്പിക്കാൻ ഉപയോഗിക്കുന്ന വളരെ വലിയൊരു ആയുധമാണ് ആഖിറത്തെ സംബന്ധിച്ചുള്ള വിശ്വാസം ചെയ്യുക, ഇല്ലായ്മ ചെയ്യുക. അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ശൈത്താൻ ചെയ്യും. ഖുർആൻ തന്നെ പല സ്ഥലങ്ങളിൽ ഇത് പറയുന്നുണ്ട്. അതുകൊണ്ട് ആഖിറത്തെ സംബന്ധിച്ച് നല്ല യഖീൻ എന്ത് ചെയ്യണം? ഹൃദയത്തിൽ ഉണ്ടാകണം. വബിൽ ആഖിറത്തി ഹും യുഖിനൂൻ എന്ന് മുഅ്മിനീങ്ങളുടെ സവിശേഷതയായി പരിശുദ്ധ ഖുർആൻ തുടക്കത്തിൽ തന്നെ സൂറത്തുൽ ബഖറയിൽ എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിക്കുന്നുണ്ട്. യഖീനോടെ ആഖിറത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് ഇത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മാറ്റമുണ്ടാക്കാൻ സഹായിക്കുന്ന കാര്യമാണ്. സംസാരങ്ങൾ ശരിയാക്കാൻ, അവൻ്റെ ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ, മാതാപിതാക്കളുമായുള്ള ഇടപാടുകൾ, മക്കളുമായുള്ള ഇടപാടുകൾ, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അവൻ അതിലേക്ക് സഞ്ചരിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് അനുസൃതമായിക്കൊണ്ട് അവൻ ജീവിതത്തിൽ ചിട്ടപ്പെടുത്തും. അതിന് ധിക്കരിക്കാൻ പിന്നീട് എന്ത് ചെയ്യില്ല. അതുകൊണ്ട് ഇത് നിരന്തരം നാം നമ്മുടെ മനസ്സിൽ ഓർമ്മപ്പെടുത്താൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരങ്ങളിൽ പറയുമായിരുന്നു എന്നാണ്, ആഖിറം ഹക്കാണ്, ബഅത്ത് ഹക്കാണ്, ജന്നത്ത് ഹക്കാണ്, നരകം ഹക്കാണ്, നാർ ഹക്കാണ്. ഇത് രാത്രി ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുമ്പോൾ പറയും. എന്തിനാണ് അങ്ങനെ പറയണത്? അത് ഹൃദയത്തെ ശരിക്കും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങനെ നിരന്തരം ആവർത്തിച്ച് പറയുമായിരുന്നെങ്കിൽ നാം നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ എത്ര അധികം അത് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ മരണത്തിന് ശേഷമുള്ള ജീവിതം അതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം, പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക്. അതാണ് യഥാർത്ഥ ജീവിതം എന്നവരെ പഠിപ്പിക്കണം. കാരണം അത് അല്ല, ഭൂമിയിലുള്ള ഈ ജീവിതമാണ് ജീവിതം, ഇത് മാത്രമേ ജീവിതമുള്ളൂ എന്ന് അവരെ പഠിപ്പിക്കുന്ന ധാരാളം ശക്തികളെമ്പാടുമുണ്ട്. അതിനു വേണ്ടിയിട്ട് നിരന്തരം എന്ത് ചെയ്യുന്നുണ്ട്? ബോധപൂർവവും അല്ലാതെയൊക്കെ പരിശ്രമിക്കുന്നുണ്ട് ആളുകൾ. അപ്പോൾ ഇത് നമ്മുടെ മനസ്സുകളിൽ, നമ്മുടെ കുട്ടികളുടെ, സ്ത്രീകളുടെ, മുതിർന്നവരുടെ എല്ലാം ഹൃദയത്തിൽ നിരന്തരം പഠിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്. നമുക്കറിയാൻ സാധിക്കും, നമസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന ആളുകളിൽ വരെയും ഇതുപോലുള്ള ചിന്തകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പല പല ചാനലുകളും യൂട്യൂബ് വീഡിയോകളും ഇതെല്ലാം കണ്ടുകൊണ്ട് അവരുടെ ഹൃദയങ്ങളിലേക്ക് വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കടന്നു വരുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ എന്താണ്? ആഖിറത്തിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, നമസ്കരിക്കുന്നയാളും അതല്ലാത്തവരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇങ്ങനെ വ്യത്യാസമുണ്ട് എന്ന് പറയാൻ പോലും പറ്റാത്ത രീതിയിൽ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? പരിവർത്തനം ഉണ്ടായിട്ടുണ്ട്. അത് ഇതിൻ്റെ സ്വാധീനമാണ്. എല്ലാവരും ഒരേപോലെയാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരും ആഖിറത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ എന്താണ്? അപ്പോൾ അതിലൊന്നും
എല്ലാവരും ഒരേപോലെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താവും, ഇതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ബോധം അവരുടെ ഹൃദയത്തിൽ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഈ നിരന്തര വിശ്വാസികൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഖുർആൻ അതുകൊണ്ട് ധാരാളം സൂറത്തുകളിൽ അടിക്കടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ആരെങ്കിലും ഇതിനെ നിഷേധിച്ചാൽ അവൻ കാഫിറാണ്. എന്താണ് കാഫിറാണെന്നുള്ളതിൻ്റെ തെളിവ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് കാണാം. സഅമല്ലദീന കഫറൂ അല്ലൻ യുബഅസൂ. കുഫാറുകളാണ് വാദിക്കുന്നത്, കുഫാറുകൾ വാദിച്ചിരിക്കുന്നു, എന്ത് ചെയ്യില്ല, അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ല എന്നവർ വാദിക്കുന്നു. കുൽ, നബിയെ താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, ബല വറബ്ബി ലതുബഅസുന്ന ثم لتنبؤن بما عملتم وذلك على الله يسير. സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, അതെ എൻ്റെ റബ്ബ് തന്നെ സത്യം, നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. ثم لتنبؤن بما عملتم, നിങ്ങൾ പ്രവർത്തിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വൃത്താന്തം അറിയിക്കപ്പെടുക തന്നെ ചെയ്യും, അത് നിങ്ങൾ അറിയിക്കുക തന്നെ ചെയ്യും. وذلك على الله يسير. ഇത് അള്ളാഹുവിന് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇത് പ്രയാസകരമായൊരു കാര്യമല്ല. ഒരാൾ ആദ്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് എന്ത് പ്രയാസമാണെങ്കിൽ പ്രയാസമാകേണ്ടത്. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമുള്ള കാര്യമാണ്. മനുഷ്യനെ ഇത്ര സൂക്ഷ്മമായി സൃഷ്ടിച്ച അള്ളാഹുവിന് വീണ്ടും അവൾ സൃഷ്ടിക്കുക എന്നുള്ളത് എത്രയോ എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ ഇത് പ്രയാസകരമായ കാര്യമല്ല, അള്ളാഹുവിന് വളരെ എളുപ്പമുള്ള കാര്യമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. വീണ്ടും മുസന്നിഫ് റഹ്മത്തുള്ളാഹി പറയുന്നു, വമൻ വാർസലല്ലാഹു ജമീഅർ റുസുലി മുബശ്ശിരീന വമുൻദിരീൻ. എല്ലാ മുസ്ലിങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത് സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായിക്കൊണ്ടാണ്. സ്വർഗമുണ്ട് എന്ന് ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നവരായിക്കൊണ്ട്, അതേപോലെ തന്നെ നരകത്തിൻ്റെ ശിക്ഷയെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുന്നവരായിക്കൊണ്ടാണ് മുഴുവൻ മുസ്ലിങ്ങളെയും അയച്ചത്. അള്ളാഹു തന്നെ പറയുന്നുണ്ട്, റസൂലൻ മുബശ്ശിരീന മുൻദിരീൻ, മുബശ്ശിരീങ്ങളായ മുൻദിരീങ്ങളായ സന്തോഷവാർത്ത അറിയിക്കുന്ന. മുഅ്മിനീങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് സന്തോഷവാർത്ത അറിയിക്കുക. സന്തോഷവാർത്ത അറിയിച്ചാൽ മാത്രം പോരാ, പിന്നെന്ത് വേണം? ശിക്ഷയെ സംബന്ധിച്ചുള്ള താക്കീത് വേണം. ഇത് രണ്ടും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വേണം. അപ്പോൾ പ്രതീക്ഷയും അതേപോലെ തന്നെ പേടിയും എപ്പോഴും ഹൃദയത്തിൽ ഉണ്ടാവണം. ഇതാണ് അമ്പിയാക്കൾ എന്ത് ചെയ്ത് അവരുടെ സമൂഹത്തെ ദഅവത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യും അവർ, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യും? നരകത്തെ കുറിച്ചുള്ള ശക്തമായ താക്കീത് നൽകും. അവ്വലുഹും നൂഹൻ അലൈഹിസ്സലാം, അതിൽ ആദ്യത്തെ റസൂൽ ആരാണ്? നൂഹ് അലൈഹിസ്സലാമാണ്. ആഖിറുഹും മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഖാതമുൻ നബിയ്യീൻ. അവസാനത്തെ ഒടുവിലത്തെ റസൂൽ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഖാതമുൻ നബിയ്യീനാണ്, ഒടുവിലത്തെ നബിയാണ് ആര്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് നൂഹ് അലൈഹിസ്സലാമാണ് ആദ്യ റസൂൽ എന്നുള്ളതിനുള്ള തെളിവ്? ഇന്നാ ഉഹൈനാ ഇലൈക കമാ ഉഹൈനാ ഇലാ നൂഹിൻ വന്നബിയ്യീന മിൻ ബഅദി. അല്ലാഹ് പറയാണ്, നബിയെ താങ്കളിലേക്ക് നാം വഹി നൽകി, താങ്കൾക്ക് നാം വഹി നൽകി. ഏതുപോലെയാണ്? കമാ ഔഹൈനാ ഇലാ നൂഹിൻ വന്നബിയ്യീന മിൻ ബഅദി. നൂഹ് അലൈഹിസ്സലാമിനും അതിനുശേഷമുള്ളതായ നബിമാർക്കും നാം വഹി നൽകിയതുപോലെ. അപ്പോൾ നൂഹ് അലൈഹിസ്സലാമിൻ്റെ കാലത്താണ് ആദ്യമായി എന്ത് ചെയ്ത് ഷിർക്ക് ഭൂമിയിൽ ഉടലെടുത്തത്. ഷിർക്ക് ചെയ്തപ്പോഴാണ് ആ സമൂഹത്തെ ഇസ്ലാമിലേക്ക് തിരികെ കൊണ്ടുവരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു റസൂലിനെ എന്ത് ചെയ്തത്? നിയോഗിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം ഒടുവിലത്തെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, നബിയും അങ്ങനെ തന്നെ. അതുകൊണ്ട് ഇനി ആരെങ്കിലും നുബുവത്ത് വാദിച്ചാൽ, റിസാലത്ത് വാദിച്ചാൽ അവൻ കാദിബാണ്, വ്യാജനാണ്, അവൻ കാഫിറാണ് എന്നുള്ളത് അഹ്ലുസുന്ന ഏകോപിച്ചിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ ധാരാളം പ്രവാചകത്വവാദികൾ എന്ത് ചെയ്യും? രംഗപ്രവേശനം ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. എന്നിട്ട് മുസന്നിഫ് പറയുന്നു, വഫ്തറദല്ലാഹു അലാ ജമീഇൽ ഇബാദി അൽ കുഫ്റ ബിത്വാഗൂതി വൽ ഈമാന ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ അടിമകളുടെ മേലും നിർബന്ധമാക്കിയിരിക്കുകയാണ് ത്വാഗൂത്തിനെ നിഷേധിക്കാനും അള്ളാഹുവിനെ വിശ്വസിക്കാനും. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിബന്ധനയാണെന്ത്? ത്വാഗൂത്തിനെ നിഷേധിക്കുക എന്നുള്ളത്. ത്വാഗൂത്ത് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യപ്പെടുന്ന, അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന സകലരുമാരാണ് ത്വാഗൂത്താണ്. ഇതിൻ്റെ ഒടുവിലത്തെ ഒരു സമാപനം എന്നുള്ള നിലയിലാണ് മുസന്നിഫ് റഹിമഹുല്ലാഹ് ഈ കാര്യങ്ങൾ പറയുന്നത്.
ആളുകൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹുവിന് ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരാളും എന്താവില്ല, രക്ഷപ്പെടില്ല. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നവർ, അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്നവരെ എന്ത് ചെയ്യണം? നിരാകരിക്കണം, അതിനെ നിഷേധിക്കണം. അതുകൊണ്ട് ത്വാഗൂത്തിനെ നിഷേധിക്കൽ മുഴുവൻ മനുഷ്യരുടെ മേലും അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുകയാണ്. വൽ ഈമാന ബില്ലാഹ്. എന്നിട്ടാണ് എന്ത് ചെയ്യുക? അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടത്. എന്താണ്? ആദ്യം തഹല്ലിയാണ്, ഹൃദയത്തെ ശുദ്ധമാക്കലാണ്. എന്നിട്ടാണ് പിന്നെ തഹല്ലി, അതിനെ അലങ്കരിക്കുക. ആദ്യം ഹൃദയത്തിലുള്ളതായ മാലിന്യങ്ങളെ നീക്കം ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? അള്ളാഹുവിനെ ഹൃദയത്തിൽ സ്ഥാപിക്കണം. അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യണം? പ്രതീക്ഷകൾ അർപ്പിക്കണം, അവനെ പേടിക്കണം. അപ്പോൾ ആദ്യം താഗൂത്തിനെ നിഷേധിക്കണം, അതിനുശേഷം എന്ത് ചെയ്യണം? അള്ളാഹുവിൽ വിശ്വസിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, താഗൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യമാണ്, ഒന്നാണ്. എന്താണ് താഗൂത്ത് എന്ന് പറഞ്ഞാൽ? അത് ഒന്നാണ് തജാവസ ബിഹി, ആ ഒന്ന് കൊണ്ട് അതിരുവിട്ടിരിക്കുന്നു. അൽ അബ്ദു, അടിമ, ഹദ്ദഹു, അവൻ്റെ പരിധി, അവൻ്റെ ബൗണ്ടറി കടന്നിരിക്കുകയാണ്. അത് ഏതെല്ലാം രീതിയിലാണ്? മിൻ മഅബൂദിൻ ഔ മത്ബൂഇൻ ഔ മുതാഇൻ. മഅബൂദ് എന്നുള്ള നിലയിലോ മത്ബൂ എന്നുള്ള നിലയിലോ മുതാ എന്നുള്ള നിലയിലോ. അതായത് മഅബൂദായിട്ട് മനുഷ്യൻ സ്വീകരിക്കേണ്ടത് ആരെയാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹുവിനെ ഇബാദത്ത് അർപ്പിക്കപ്പെടാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരാളെ മഅബൂദായിട്ട് സ്വീകരിച്ചു, അവനക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതായ അതിർത്തി അവൻ എന്ത് ചെയ്തു? കടന്നു. അത് എന്താണ്? അങ്ങനെ കടന്നു കഴിഞ്ഞാൽ അത് താഗൂത്താണ് എന്നുള്ളതാണ്. അപ്പോൾ മഅബൂദായി ഒരാൾ കല്ലിനെ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ വൃക്ഷത്തെ സ്വീകരിക്കുന്നു, അതെന്താണ്? പാടില്ലാത്ത കാര്യമാണ്. അതേപോലെ തന്നെ ഔ മത്ബൂഇൻ, അല്ലെങ്കിൽ മത്ബൂ ആയിക്കൊണ്ട്, മത്ബൂ ആയിട്ട് സാധാരണ ആളുകൾ പരിധി വിടുന്നത് മോശപ്പെട്ട പുരോഹിതന്മാരെയാണ്. അവർ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിൻ്റെ നിയമങ്ങളെ, വിധിവിലക്കുകളെ മാറ്റിത്തിരുത്തലുകൾക്ക് വിധേയമാക്കുന്നു. അതിനവരെന്ത് ചെയ്യുന്നു? ത്വാഅത്ത് ചെയ്യുന്നു, പിന്തുടരുന്നു. എന്താണ് വഹി നൽകപ്പെട്ടിരിക്കുന്നത് അതിലേക്ക് മടങ്ങാതെ, എന്താണോ പൂർവ്വപിതാക്കന്മാർ അല്ലെങ്കിൽ പൗരോഹിത്യം പറയുന്നത് അത് എന്ത് ചെയ്യുന്നു? വഹി അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. അതിന് അനുയോജ്യമായ ഉലമാക്കളുടെ വാക്കുകൾ സ്വീകരിക്കുക. വഹീനെ എന്താണ്? ഉതകുന്നതാണ്, മുവാഫക്കാണ്, അനുയോജ്യമായതാണ് അവരുടെ വാക്കുകളെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്വീകരിക്കപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ വഹീനെ മാനദണ്ഡമാക്കിക്കൊണ്ടാണ് ഒരാൾ എന്ത് ചെയ്യേണ്ടത്? ഒരാൾ പിന്തുടരുകയോ നിരാകരിക്കുകയോ ചെയ്യേണ്ടത്. എന്നാൽ എന്ത് ചെയ്യുന്നു? അൽ ഉലമാ ഉസൂ, മോശപ്പെട്ട നേതൃത്വം അല്ലെങ്കിൽ പുരോഹിതന്മാർ, അവരെ എന്ത് ചെയ്യുന്നു? അന്ധമായിട്ടും അനുകരിക്കുക. ഇത് ആ വിഷയത്തിലുള്ള അതിരുകവിച്ചലാണ്. അതേപോലെ തന്നെ ഔ മുതാഇൻ, അനുസരിക്കപ്പെടുന്നവരുടെ കാര്യത്തിൽ, അത് ഉമറാക്കളുടെ കാര്യമാണ്. അള്ളാഹുവിൻ്റെ നിയമവിലക്കുകളെ ധിക്കരിച്ചതായ നേതൃത്വം, അവർ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിൻ്റെ നിയമങ്ങളെ മാറ്റിമറിക്കുന്നു. എന്നിട്ട് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിയമങ്ങൾ ഉണ്ടാക്കുന്നു. അതിന് ഒരാൾ എന്ത് ചെയ്യുന്നു? വഴിപ്പെട്ടു കൊടുക്കുന്നു. അതും എന്താണ്? മുതാഅൻ എന്നുള്ള നിലയിൽ ഒരാൾ അള്ളാഹു വച്ചിരിക്കുന്നതായ അതിർവരമ്പിനെ വിട്ടുകിടക്കലാണ്. വകുല്ലു ഉമ്മത്തിൻ ബഅസല്ലാഹു ഇലൈഹാ റസൂല. എന്നിട്ട് മുസ്ലിം പറയാണ്, എല്ലാ ഉമ്മത്തിലേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ നിയോഗിച്ചിട്ടുണ്ട്. മിൻ നൂഹിൻ ഇലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നൂഹ് മുതൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയും. യഅ്മുറുഹും ബിഇബാദത്തില്ലാഹി വഹദ വയൻഹാഹും അൻ ഇബാദത്തി താഗൂത്ത്. അവരെല്ലാം തന്നെ ജനങ്ങളോട് കൽപ്പിച്ചെന്താണ്? ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ പറ്റുള്ളൂ. താഗൂത്തിന് ഇബാദത്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല. ഇതാണ് എല്ലാ അമ്പിയാക്കന്മാരും എന്ത് ചെയ്തത്? ജനങ്ങളെ പഠിപ്പിച്ചത്. പരിശുദ്ധ ഖുർആൻ അത് അങ്ങനെ തന്നെ പറയുന്നുണ്ട്. വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബു താഗൂത്ത്. നാം എല്ലാ സമൂഹങ്ങളിലേക്കും റസൂലിനെ നിയോഗിച്ചു. എന്താണ് അവർ പഠിപ്പിച്ചത്? നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം, താഗൂത്തുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? വെടിയണം. ഇതിൽ മുസന്നിഫ് റഹ്മത്തുള്ളാഹി പറയുന്നത് വത്തവാഗീതു കസീറുൻ, ധാരാളം താഗൂത്തുകളുണ്ട് ഇപ്രകാരം. എന്നാൽ വറൂസുഹും ഖംസ, അതിൻ്റെ തലപ്പത്തുള്ള
നേതൃതലത്തിലുള്ളവർ എത്ര പേരാണ്? 5 ആളുകളാണ്. അവരാരൊക്കെയാണ്? ഒന്ന് ഇബ്ലീസാണ്, ലഅനഹുല്ലാ. ഒന്ന് ഇബ്ലീസാണ്. അപ്പോൾ ഇബ്ലീസ് മനുഷ്യരെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ അള്ളാഹുവിൻ്റെ ശത്രുവാണെന്ത്? ഇബ്ലീസ് എന്നുള്ളത്. അള്ളാഹു മനുഷ്യനെ ശത്രുവായിട്ട് നിശ്ചയിച്ചിരിക്കുകയാണ്. വ്യക്തമായ പ്രകടമായ ശത്രുവായി ഇബ്ലീസിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അവൻ നിങ്ങൾക്ക് അദുവ്വുൻ മുബീനാണ്, പ്രകടമായ ശത്രുവാണ്. അപ്പോൾ ഇബ്ലീസാണ് ത്വാഗൂത്തുകളുടെ നേതൃത്വത്തിലുള്ളയാൾ. മനുഷ്യനെ ഏത് വിധേനയും വഴിതെറ്റിക്കുക എന്നുള്ളതാണ് അവൻ്റെ നിരന്തരമുള്ള പണി. അത് തന്നെയാണ്. ഈ വിഷയത്തിൽ വിശ്വാസികൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം? ശ്രദ്ധ പുലർത്തണം. ശൈത്വാൻ വഴിതെറ്റിക്കും. അവർ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വാലിഹീങ്ങളായ ആളുകളിൽ വരെയും എന്ത് ചെയ്തിട്ടുണ്ട്? വഴിപഴപ്പിക്കാൻ, വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട്. നിരന്തരം പരിശ്രമിച്ചുകൊണ്ട് ഒരാൾ മരിക്കുന്നത് വരെ എന്ത് ചെയ്യും? അവൻ്റെ പിന്നാലെ കൂടും. ഒരാൾ തൗഹീദ് പഠിക്കുന്നു, അത് മനസ്സിലാക്കുന്നു, അത് പ്രബോധനം ചെയ്യുന്നു, ഈ മാർഗത്തിലേക്ക് വരുന്നതിന് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ആർക്ക്? ശൈത്വാന്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ശൈത്വാൻ ഈ വഴിയിൽ തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കും. വളരെ സുന്ദരമായി ധാരാളം ഹദീസുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ ഇസ്ലാം സ്വീകരിക്കാൻ വരികയാണ്, അവിടെ വരും ശൈത്വാൻ. ഒരാൾ ഹിജ്റ ചെയ്യാൻ പോവാണ്, അവിടെ വരും. ജിഹാദ് ചെയ്യാൻ പോവാണ്, അവിടെ വരും. എല്ലാ നന്മകളുടെയും മുന്നിൽ എന്ത് ചെയ്യും? തടസ്സം സൃഷ്ടിക്കാൻ വരും. ചിലപ്പോൾ തടസ്സം സൃഷ്ടിക്കാൻ വരുന്നത് എങ്ങനെയായിരിക്കില്ല? ഒരാൾ ആദ്യം പൂർണ്ണമായി വഴി തെറ്റിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ ശ്രമം നടത്തണം എന്തായിരിക്കും? നന്മകളിൽ അവനെ അതിര് കവിപ്പിക്കുക, അതായിരിക്കും. അത് വളരെ അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ്. ബിദ്അത്തുകൾ അങ്ങനെയാണ് എന്ത് ചെയ്യുക? രൂപം കൊള്ളുന്നത്. ഒരാളെ അപ്പോൾ ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ അവർ ഒരു തിന്മയും ചെയ്യൂല. തിന്മ ചെയ്യൂല എന്ന് പറഞ്ഞാൽ അവർ ഒരു നിഷിദ്ധത്തിലേക്ക് നോക്കില്ല, സൂക്ഷ്മമായി തന്നെ സംസാരിക്കും, നല്ലത് മാത്രമേ കേൾക്കുള്ളൂ. പലിശ വാങ്ങാത്തവരുണ്ടാകാം, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം വളരെ സൂക്ഷിക്കുന്നവരുണ്ടാകാം. എന്നാൽ എന്ത് ചെയ്യുന്നു? അതിനേക്കാൾ ഗുരുതരമായ ബിദ്അത്തുകൾ എന്ത് ചെയ്യുന്നു? അവർ ചെയ്യണം. ഇത് ശൈത്വാൻ അവർക്ക് ഇട്ട് കൊടുക്കുന്നതായ ചില തന്ത്രങ്ങളാണ്. ഇമാം ഔസാഇയും ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിക്ക് പറയുന്നുണ്ട്, ശൈത്വാൻ മുബ്തദിഅകൾ എന്ത് ചെയ്യും? പ്രത്യേകം പരിഗണിക്കുന്നതാണ്. അവർ മുഖേന ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് അവരിൽ എല്ലാവിധ ആകർഷണവും ഉണ്ടാക്കുന്ന രീതിയിലുള്ള പണി ആരെടുക്കും? ശൈത്വാൻ എടുക്കുന്നതാണ്. അതുകൊണ്ട് അവർ വളരെ പരമപരിശുദ്ധരായിട്ട് എന്ത് ചെയ്യും? ജനസമൂഹത്തിൽ തോന്നിപ്പിക്കും. ധാരാളം കരയുന്നു, ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്നു. അങ്ങനെ അവരുടെ വിനയവും മറ്റുള്ള പ്രകടനവും ഇതെല്ലാം പലപ്പോഴും എന്ത് ചെയ്യും? അത് വച്ചിട്ട് ശൈത്വാൻ എന്ത് ചെയ്യും? ജനങ്ങളെ വഴിപഴപ്പിക്കാൻ. അപ്പോൾ ശൈത്വാൻ നമ്മുടെ ശത്രുവായിട്ട് നമ്മുടെ മുന്നിൽ ഉണ്ടാകണം. നമ്മളതിനെ കരുതിക്കൂട്ടിയിരിക്കണം. എന്ത് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ അത് അള്ളാഹുവിന് തൃപ്തിയുള്ളതാണ് എങ്കിൽ അതിനെന്ത് ചെയ്യണം? അതിനെ ഏറ്റെടുക്കണം. അതല്ല പൈശാചികമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യണം? ഉടനെ തന്നെ അതിനെ നിരാകരിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ അത് ശൈത്വാനിൻ്റെ ദുർബോധനമാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് ഇത് ഞാൻ പ്രവർത്തിച്ചാൽ, ഇത് ഞാൻ പറഞ്ഞാൽ, ഇതിലേക്ക് ഞാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതായിരിക്കും. എന്നാൽ എന്ത് ചെയ്യണം? ഉടനെ തന്നെ ഇത് ശൈത്വാനിൻ്റെ കെണിയാണ് എന്ന് മനസ്സിലാക്കി അതിനെ മാറ്റി നിർത്താൻ വിശ്വാസികൾക്ക് സാധിക്കണം. ഏത് നിലപാടുകളിലും എന്ത് ചെയ്യേണ്ടതുണ്ട്? മുന്നിൽ വരേണ്ടതുണ്ട്. അപ്പോൾ ശൈത്വാനാണ് ഒന്നാമത്തെ താഗൂത്ത്. വമൻ ഉബിദ വഹുവ റാദി. മറ്റൊന്ന് സ്വയം തൃപ്തിയോടെ ഇബാദത്ത് ചെയ്യപ്പെടുന്നവരാണ്. എനിക്ക് ഇബാദത്ത് ചെയ്യാനും പറഞ്ഞ ആളുകൾ ക്ഷണിക്കാണ്, ഫിർഔൻ ക്ഷണിച്ചതുപോലെ, അല്ലെങ്കിൽ ആൾ ദൈവങ്ങൾ ആളുകളെ ക്ഷണിക്കുന്നത് പോലെ അവർക്ക് സുജൂദ് ചെയ്യാൻ, അവർക്ക് ത്വാഫ് ചെയ്യാൻ, അവർക്ക് നേർച്ചകൾ അർപ്പിക്കാൻ ആരെങ്കിലും സ്വയം ഇഷ്ടപ്രകാരം ഇബാദത്ത് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ അവരെന്താണ്? താഗൂത്തുകളാണ്. എന്നാൽ സ്വയം ഇഷ്ടപ്രകാരമല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന ആളുകൾ, ഈസാ അലൈഹിസ്സലാമിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, മറിയം അലൈഹിസ്സലാമിനെ, ഉസൈർ, അതേപോലെ പല പല അമ്പിയാക്കളെയും സ്വാലിഹീങ്ങളെയും എല്ലാം ചെയ്യുന്നവരുണ്ട്, ഇബാദത്ത് ചെയ്യുന്നവരുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ ഇബാദത്ത് ചെയ്യപ്പെടുന്നത് ആർക്കാണ്? ശൈത്വാനിനാണ്.
ഒന്നാമത്തെ ത്വാഗൂത്തായ ഷെയ്ത്വാനാണ് അവരെന്ത് ചെയ്യുന്നത്, ഷെയ്ത്വാനിനെ അനുസരിച്ചു കൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, അത് ചെയ്യുന്നത്. ഈസ അലൈഹിസ്സലാം എന്ത് ചെയ്യും, അദ്ദേഹം അറിഞ്ഞിട്ട് പോലുമില്ല എന്ന് കൈ കഴുകുന്ന ആൾ ആഖിറത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ സ്വയം ഇഷ്ടപ്രകാരം ആരെയെങ്കിലും ഇബാദത്ത് ചെയ്യപ്പെടുന്നുണ്ടോ, അവൻ ആരാണ്, ത്വാഗൂത്താണ്. മറ്റൊന്ന് വമൻ ദഅന്നാസ ഇലാ ഇബാദത്തി നഫ്സി, തന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ജനങ്ങളെ ക്ഷണിക്കുകയാണ്. അപ്പോൾ അതും എന്താണ്, ത്വാഗൂത്തുകളിൽപ്പെട്ട ആളുകളാണ്. വമനിദ്ദഅ ശൈഅൻ മിൻ ഇൽമിൽ ഗൈബ്, ഒരാൾ അദൃശ്യജ്ഞാനമുണ്ട് എന്ന് വാദിച്ചാൽ അവനും ആരാണ്, അവനും ത്വാഗൂത്താണ്. ത്വാഗൂത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആളാണ്. അദൃശ്യജ്ഞാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കലാണ്. ചില മുർസലീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, ചില കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കും. അത് അറിയിച്ചു കൊടുക്കുന്നത് അവരറിയുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഗൈബ് അറിയുന്നവൻ ആര് മാത്രമേ ഉള്ളൂ, അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. അതേപോലെ തന്നെ വമൻ ഹക്കമ ബിഗൈരി മാ അൻസലല്ലാഹ്, അള്ളാഹു ഇറക്കിയതല്ലാത്തത് കൊണ്ട് വിധി പറയുന്ന ആളുകൾ, അതും എന്താണ്, താഗൂത്തിൻ്റെ ഗണത്തിൽ വരുന്നതായ കാര്യമാണ്. ഒരാൾ വിധി പറയേണ്ടത് അള്ളാഹുവിൻ്റെ നിയമം കൊണ്ടായിരിക്കണം. ഇത് പലപ്പോഴും ആളുകൾ വളരെ വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരാശയവുമാണ്. ഇത് പറയുമ്പോൾ ആളുകൾ ആദ്യം പോവുക എങ്ങോട്ടാണ്, ഭരണകൂടങ്ങളിലേക്കാണ്. ഓരോ ആളുകൾ അവരവരിലേക്കാണ് ആദ്യം വരേണ്ടത്. ഇന്നത്തെ ഞാൻ വിധി പറയുന്ന മേഖലകളുണ്ടാവും, എൻ്റെ മക്കളുടെ കാര്യത്തിൽ, എൻ്റെ ഭാര്യമാരുടെ കാര്യത്തിൽ, എൻ്റെ ജോലിയുടെ കാര്യത്തിൽ. അപ്പോൾ നമുക്ക് സ്വയം എന്ത് ചെയ്യാൻ സാധിക്കണം, അള്ളാഹുവിൻ്റെ നിയമം അനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കണം. എന്നിട്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ കാര്യം നോക്കുക. പലപ്പോഴും ആളുകൾ ഈ ഒരു ആശയത്തെ പിടിച്ചിട്ട് എന്ത് ചെയ്യും, ഇതാ ഇന്ന രാജാവ് ഇന്ന നിയമം അള്ളാഹുവിൻ്റെ നിയമത്തിനെതിരെ കൊണ്ടുവന്നിരിക്കുന്നു, അവൻ കാഫിറാണ്, അവരംഗീകരിക്കുന്ന ആളുകൾ മുഴുവൻ കാഫിറാണ്. അതിന് ചില ആളുകൾ പറഞ്ഞു ലോകത്തിപ്പോൾ എന്തില്ല, ഇസ്ലാമേ ഇല്ല, മുസല്ലദാസ് പഠിപ്പിച്ചിരിക്കുന്ന ഇസ്ലാം ലോകത്ത് നിലനിൽക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ ഇത് വളരെ അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ്. ഇതിനെ തഫ്സീലിയായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ കാഫിറൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ളാലിമൂൻ എന്നും ഫാസിഖൂൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്താവില്ല, കാഫിറാവില്ല. ചില ആൾക്കാർ ളാലിമായിരിക്കും, ഫാസിഖായിരിക്കും. ഒരാൾ അള്ളാഹുവിൻ്റെ നിയമത്തേക്കാൾ നല്ലതാണ് ഇന്ന നിയമം എന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറാണ്. ഇത് പറയണമെന്ന് തന്നെ ഇല്ല, വിശ്വസിച്ചാൽ തന്നെ എന്താണ് പ്രശ്നമാണ്. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമം പോലെ തന്നെയാണ് ഇതാ ഈ 140 അല്ലെങ്കിൽ 550 ആൾക്കാർ കൂടിയിരുന്നിട്ടുണ്ടാക്കുന്ന നിയമം എന്നൊരാളെന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. വിശ്വസിച്ചുകൊണ്ടാണ് വിധിക്കുന്നത് എങ്കിലും എന്ത് തന്നെയാണ്, കുഫ്റാണ്. അള്ളാഹുവിൻ്റെ നിയമം കൊണ്ടും വിധിക്കാം, ഇതുകൊണ്ടും വിധിക്കാം. അപ്പോൾ എന്താണ് അത് ഓരോ ചില ആളുകൾ പറയും ഇസ്ലാമിക നിയമം എന്ന് പറയുന്നത് മുസ്ലിം രാഷ്ട്രത്തിൽ മാത്രമുള്ളതാണ്, നമ്മൾ ജീവിക്കുന്നത് അമുസ്ലിങ്ങളുള്ള സ്ഥലത്താണ്. ഇവർ പറയുന്നത് പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത് ഒരു ഇസ്ലാമിക രാജ്യത്തേക്ക് ഇങ്ങനെ കെട്ടി ഇറക്കി വന്ന ആളാണ് എന്നാണ് തോന്നുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ് മുസ്ലിമീങ്ങൾ മാത്രമുള്ള സ്ഥലത്ത് ജീവിച്ചത്? മക്കത്ത് ധാരാളക്കണക്കിന് നമ്മുടെ നാടുകളിലുള്ള കുഫാറുകളേക്കാൾ അതിശക്തരായ എന്താണ് കുഫാറുകളുണ്ട്, മദീനത്തും ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ പരിസരങ്ങളിലൊക്കെ. അപ്പോൾ അവരോടുള്ള നിലപാടുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എവിടെയും നിലപാടുകൾ. പക്ഷേ ഇത് മറ്റുള്ള ഭരണകൂടങ്ങളോടടുത്ത് വിശ്വാസികൾ സ്വീകരിക്കേണ്ട ചില നിലപാടുകളുണ്ട്, അത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഇസ്ലാമിക നിയമത്തിന് എന്ത് ചെയ്യുന്നില്ല, മാറ്റമൊന്നും വരുന്നില്ല. അത് എന്നും ഒരേപോലെ തന്നെയാണ്. അവിടെ എന്താണ് അള്ളാഹുവിൻ്റെ നിയമത്തേക്കാൾ മികച്ചതാണ് വേറൊരു നിയമമെന്നോ അല്ലെങ്കിൽ അതേപോലെ തന്നെയാണ് ഇത് എന്നോ വിശ്വസിച്ചുകൊണ്ട് ഒരാൾ വിശ്വസിച്ചുകൊണ്ട് വിധി പറയുകയോ ചെയ്താൽ അതുകൊണ്ട് എന്താവും, കാഫിറാവും. ഒരാൾ വിധി പറയുന്നുണ്ട് അള്ളാഹു അല്ലാത്തവരുടെ നിയമം കൊണ്ട്, പക്ഷേ അവൻ പൂർണ്ണമായി അടിയുറച്ച് വിശ്വസിക്കുന്നു അള്ളാഹുവിൻ്റെ നിയമം തന്നെയാണ് എന്ത് ഏറ്റവും മികച്ചത്, അതിനെ മറികടക്കാൻ വേറെ ഒന്നുമില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും അങ്ങനെ വിധി പറയുക എന്നുള്ളത് അനുവദനീയമല്ല എന്നും അവനറിയാം. അതിനോടുകൂടി അവൻ വിധിച്ചാൽ അവൻ കാഫറാണെന്ന് പറയാൻ പറ്റില്ല എന്നാണ്. അത് കുഫറുൻ ദൂന കുഫറാണ്, ചെറിയ കുഫറാണ് എന്ന് മുഫസ്സിരീങ്ങൾ അഖിലം എന്ത് ചെയ്തിട്ടുണ്ട്, ആ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് എന്ന് പറഞ്ഞാൽ തന്നെ ഇതാണ്, ലാ ഹാക്കിമ ഇല്ലല്ലാഹ് എന്നുള്ളതാണ് അവരുടെ അടുക്കൽ തൗഹീദ് തന്നെ ഇതാണ്.
എന്നിട്ട് ഇതിൻ്റെ പിന്നാലെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അവർ കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി മുസന്നിഫ് പറയുകയാണ്, വദ്ദലീലു ഖൗലുഹു തആല ലാ ഇക്റാഹ ഫിദ്ദീൻ. അപ്പോൾ താഗൂത്തിനെ നിഷേധിക്കണം, അള്ളാഹുവിനെ വിശ്വസിക്കണം. ഇതിനാണ് മുഴുവൻ അംബിയ മുസ്ലിങ്ങളെ അള്ളാഹു ചെയ്ത് നിയോഗിച്ചത്. എന്താണ് തെളിവ്? അള്ളാഹ് പറയുന്നു, ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ബലാത്കാരമില്ല, ആരെയും നിർബന്ധിച്ച് എന്ത് ചെയ്യേണ്ടതില്ല. ഇത് തുടക്കത്തിൽ ഇറക്കപ്പെട്ടതായ ഒരായത്താണ്. ഈ ആയത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, ജിഹാദിൻ്റെ പല ആയാത്തുകൾ കൊണ്ട് ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. അതായത് ഏത് മതവും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം എന്തില്ല, മനുഷ്യർക്ക് അള്ളാഹു വകവച്ചു കൊടുത്തിട്ടില്ല എന്നാണ്. മനുഷ്യർ നിർബന്ധമായിട്ടും അള്ളാഹുവിനെ അംഗീകരിച്ചിരിക്കണം, അനുസരിച്ചിരിക്കണം, അള്ളാഹുവിൻ്റെ നിയമത്തെ പിന്തുടർന്നിരിക്കണം. അത് അവരുടെ മേലുള്ള ബാധ്യതയാണ്. അതിന് എന്തുണ്ട്, ആർക്കും ആരുടെ ഇഷ്ടം പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഖത്തബയ്യന റുഷ്ദു മിനൽ ഗയ്, റുഷ്ദ് സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വേർപെട്ടിരിക്കുകയാണ്, വ്യക്തമായിരിക്കുകയാണ്. ഫമൻ യക്ഫുർ ബിത്താഗൂത്തി വയുമിൻ ബില്ലാഹ്, അതുകൊണ്ട് ആരെങ്കിലും താഗൂത്തിനെ നിഷേധിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ, അവനാണ് ബലിഷ്ഠമായ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ പിടിച്ചവൻ. അതായത് എന്താണ്, ബലിഷ്ഠമായ അള്ളാഹുവിൻ്റെ പാർശ്വത്തിൽ മുറുകെ പിടിച്ചവൻ അവനാണ്. അതിന് ഉലമാക്കൾ വിശദീകരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹിലാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള വിശ്വാസം ശരിയാകണമെങ്കിലുള്ള നിബന്ധനയാണെന്ത്, താഗൂത്തിനെ നിഷേധിക്കുക, അള്ളാഹുവിൽ വിശ്വസിക്കുക. വഹാദ മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ അർത്ഥം തന്നെ. അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന സകലതിനെ എന്ത് ചെയ്യും, നിരാകരിക്കണം. ഒരാൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നുണ്ട്, ധാരാളക്കണക്കിന് ഇബാദത്ത് ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി ധാരാളം സമ്പത്ത് ചിലവഴിക്കുന്നുണ്ട്, സമയം ചിലവഴിക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, ഇങ്ങനെയുള്ള താഗൂത്തുകൾ വെടിയുന്നില്ല, താഗൂത്തുകൾക്ക് ഇബാദത്തുകൾ അർപ്പിക്കുന്നുണ്ട്. എന്നാൽ എന്ത് ചെയ്തിട്ടില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയായിട്ടില്ല. അവൻ കേവലം എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹു ഖാലിക്കാണ്, മാലിക്കാണ്, മുദബ്ബിറാണ് എന്ന് പറയുന്നു മാത്രമേ ഉള്ളൂ. അതിനനുസൃതമായിട്ടുള്ളതായ പ്രവർത്തികൾ അവനിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാകുന്നില്ല. പ്രവർത്തികൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, ഇതിനെ നിരാകരിക്കേണ്ടതുണ്ട്, താഗൂത്തിനെ നിരാകരിക്കേണ്ടതുണ്ട്. വഫിൽ ഹദീസിലുണ്ട് റഅസുൽ അംരി അൽ ഇസ്ലാം, കാര്യത്തിൻ്റെ തല അത് ഇസ്ലാമാണ്. വ അമൂദുഹു അസ്സലാ, അതിൻ്റെ തൂൺ നമസ്കാരമാണ്. ഇസ്ലാമിൻ്റെ തൂണാണെന്ത്, നമസ്കാരം. വദിർവത്തു സനാമിഹി അൽ ജിഹാദു ഫീ സബീലില്ലാ, അതിൻ്റെ ഏറ്റവും ഉന്നതമായ ഭാഗം. ദിർവത്തു സലാം എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിൻ്റെ പൂഞ്ഞയ്ക്കാണ് പറയുക, ഏറ്റവും മുകളിൽ ഉയർന്നു നിൽക്കുന്നത്. അതെന്താണ്, അൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ളതായ ജിഹാദുമാണ്. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് മുസന്നിഫ് ഷെയ്ഖ് ഹൈഥം സർഹാൻ ഹഫിദഹുല്ലാ പറയുന്നത് കാണാം. അതിന് മുമ്പുള്ള വാക്യത്തെ ഇപ്രകാരം വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ നിയമമല്ലാത്തത് കൊണ്ട് ഒരാൾ വിധിച്ചാൽ കുഫറുമാകുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ കുഫറുൻ അക്ബറുണ്ട്, കുഫറുൻ ദൂന കുഫറുണ്ട്, ചെറിയ കുഫറുണ്ട്. കുഫറുൻ അക്ബർ ഉണ്ടാകുന്നത് ഇദഅതഖദ, അവൻ വിശ്വസിച്ചു, അന്ന ഹുക്ം അൽ ബഷരി, മനുഷ്യർ ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങൾ മിസ്ലു ഹുക്മി മില്ല, അള്ളാഹുവിൻ്റെ ഹുക്മിനെ പോലെ തന്നെയാണ്, ഔ അഫ്ളല മിൻ, അല്ലെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് വിശ്വസിച്ചാൽ എന്താണ്, അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറാണ്. മറ്റൊന്ന് കുഫറും ദൂന കുഫറാണ്. മൻ അഅതഖദ അന്നൽ ഹുക്മ ബിഗൈരി മാ അൻസലല്ലാഹു ബാത്തിലുൻ, അള്ളാഹു ഇറക്കാത്തത് കൊണ്ട് വിധിക്കുക എന്നുള്ളത് എന്താണ്, അത് ബാത്തിലാണെന്ന് ഒരാൾ വിശ്വസിക്കുന്നു, അത് പാടില്ലാത്തതാണ്. വലാകിന്നഹു യഹ്കുമു ബിഹി, പക്ഷെ അവൻ അതുകൊണ്ട് വിധി പറയുന്നു. എന്തിനു വേണ്ടി, അവൻ്റെ ദേഹേച്ഛയെ പിന്തുടർന്നിട്ട് പണം കിട്ടാൻ, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ കിട്ടാൻ, ഔ ഹുബ്ബി റിയാസത്തിന്, നേതൃത്വത്തിന് വേണ്ടിയിട്ട്, ഔ ലിഗൈരി ദാലിക മിനൽ അസ്ബാബ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണത്തിന് വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ വിധി പറയുന്നത് എങ്കിൽ കുഫ്റുൻ ദൂന കുഫറാണ്. വലിയ കുഫർ സംഭവിച്ചു എന്ന് പറയാൻ പറ്റൂല. കുഫ്റുൻ ദൂന കുഫർ എന്ന് പറഞ്ഞാൽ വലിയ ഗുരുതരമായ കാര്യമാണ്, വലിയ പാപത്തേക്കാളും ഗുരുതരമാണ്. അപ്പോൾ അത് സൂക്ഷിക്കേണ്ട വിഷയമാണ്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ്, അതിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്. ജിഹാദ് 4 കാറ്റഗറി ഉണ്ട്. ഒന്ന് ജിഹാദുൻ നഫ്സാണ്, നഫ്സിനോട് എന്ത് ചെയ്യുക,
സ്വന്തം നഫ്സിനോടുള്ള ജിഹാദാണ്. അത് ഇൽമു കൊണ്ടും അമല് കൊണ്ടും ദഅവത്ത് കൊണ്ടും സബ്ർ കൊണ്ടുമാണ് ചെയ്യേണ്ടത്. നമ്മൾ തുടക്കത്തിൽ 4 മസാല പറഞ്ഞതുപോലെ ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, മനസ്സിനെ പാകപ്പെടുത്തുക. മനസ്സ് പലപ്പോഴും എന്ത് ചെയ്യൂല, കൂട്ടാക്കുകയില്ല. ഇൽമു പഠിക്കുക എന്നുള്ളത് ഇത്തിരി പ്രയാസകരമായ കാര്യമാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശൈത്താൻ്റെ ഉപദ്രവം നന്നായിട്ടുണ്ടാവും. അവരെ വഴിപഴപ്പിക്കാനും അതേപോലെ തന്നെ വസ്വാസിലാക്കാനും വലിയ പ്രവർത്തനങ്ങൾ നടക്കും. അതുകൊണ്ട് അതിൽ അടിയുറച്ച് നിൽക്കുക എന്നുള്ള വലിയ തൗഫീഖാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് നല്ല ജിഹാദ് ചെയ്യണം, ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കണം ഇൽമു പഠിക്കുന്ന കാര്യത്തിൽ. അതേപോലെ തന്നെ അതിനെ അമലാക്കുന്ന കാര്യത്തിൽ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരിക, അതിലേക്ക് ആളുകളെ ക്ഷണിക്കുക, ആ മാർഗത്തിൽ ക്ഷമ അവലംബിക്കുക. ഇതിൽ എന്ത് ചെയ്യണം? നഫ്സിനോട് ജിഹാദ് ചെയ്തുകൊണ്ടിരിക്കണം. രണ്ടാമത് ജിഹാദു ഷൈത്വാനാണ്, ഷൈത്വാനിനോടുള്ള ജിഹാദാണ്. ഇത് യക്കൂനു ബിതർക്കി ശുബുഹാത്തി, ശുബുഹാത്തുകളെ ഉപേക്ഷിക്കൽ കൊണ്ടാണ് ഷൈത്വാനിനോടുള്ള ജിഹാദ്. ശിർക്ക് ബിദ്അത്ത് പോലുള്ളതായ കാര്യങ്ങൾ അതിലേക്ക് അടുക്കാതിരിക്കുക. ശിർക്കിലേക്ക് എങ്ങനെയെങ്കിലും പടിപടിയായ മനുഷ്യനെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണെന്ത്. അപ്പോൾ അതിലേക്ക് അടുക്കാതിരിക്കുക, അതിൽ നിന്ന് ദൂരം പാലിക്കുക. ഇതാണ് ഷൈത്വാനിനോടുള്ള ജിഹാദ്. അതുപോലെ ബിദ്അത്തുകളോട്, വശഹവാത്ത്, അതേപോലെ തന്നെ പാപങ്ങളോട്, അത് വലിയ പാപമാകട്ടെ ചെറിയ പാപമാകട്ടെ, ശിർക്ക് ബിദ്അത്തുകൾ, വൻപാപങ്ങൾ, ചെറുപാപങ്ങൾ, ഇതിനോട് ദൂരം പാലിക്കുക. ഇത് മുഖേനയാണ് ഒരാൾ എന്ത് ചെയ്യുക, ഷൈത്വാനിനെ കീഴ്പ്പെടുത്തുക. ഷൈത്വാൻ എന്ത് ചെയ്യും? ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോക്കും. ആ പോരാട്ടം നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യർ തമ്മിൽ. അതായത് ചിലപ്പോൾ മനുഷ്യർക്ക് പരാജയം പറ്റാം, പക്ഷെ പരാജയം പറ്റുന്നവനായ നിലയിൽ മരിക്കാതിരിക്കുക. ഇതാണ് വിശ്വാസം ശ്രദ്ധിക്കേണ്ടത്. നിരന്തരം ആ പോരാട്ടം നടക്കുന്നുണ്ട്. അത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹി എന്ത് ശരിക്കും വിശദീകരിക്കുന്നുണ്ട്. മനുഷ്യൻ ഷൈത്വാനുമായിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് നിരന്തരം. അവിടെ എന്ത് ചെയ്യണം? ഷൈത്വാൻ നമ്മളെ പരാജയപ്പെടുത്തിയവനായ നിലയിലാകാൻ പാടില്ല. മരിക്കുമ്പോൾ അവനെന്ത് ചെയ്യണം? അവനെ മലർത്തിയടിക്കണം, പരാജയപ്പെടുത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം? മരിക്കണം. അപ്പോൾ തിന്മകളിലായിക്കൊണ്ടാകാൻ പാടില്ല ഒരാളുടെ മരണം, നന്മയിലായിക്കൊണ്ടായിരിക്കണം. മറ്റൊന്ന് ജിഹാദുൽ കുഫാരി വൽ മുനാഫിഖീൻ, കുഫാറുകളോടും മുനാഫിക്കീങ്ങളോടും ഉള്ളതായ ജിഹാദാണ്. അത് യക്കൂനു ബിൽ ഖൽബ്, ഹൃദയം കൊണ്ടുള്ളതായ ജിഹാദുണ്ട്. അവരോടുള്ള വെറുപ്പ്, അത് എന്താണ്? ഹൃദയം കൊണ്ടുള്ളതായ ജിഹാദാണ്. അതേപോലെ വല്ലിസാൻ, നാവ് കൊണ്ടുള്ള ജിഹാദുണ്ട്. അവരുടെ അക്രമങ്ങളെ നാവ് കൊണ്ട് എന്ത് ചെയ്യുക? പ്രതിരോധിക്കുക, അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. സാമ്പത്തികമായി നഫ്സ് കൊണ്ടൊക്കെ എന്നുണ്ട്. നഫ്സ് കൊണ്ടും മറ്റൊക്കെയുള്ള ജിഹാദിന് ചില നിബന്ധനകളുണ്ട്. അതിന് അമീർ വേണം. ഹൃദയം കൊണ്ട് അവരോട് ജിഹാദ് ചെയ്യുക എന്നുള്ളത് ആർക്കും പറ്റുന്ന കാര്യമാണ്. മറ്റതിന് ഭരണാധികാരികളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. മറ്റൊന്ന് ജിഹാദു അർബാബി ദുൽമി വൽ ബിദ്അ വൽ മുൻകറാത്ത്, അക്രമകാരികളായ ആളുകൾ, അതേപോലെ ബിദ്അത്തിൻ്റെ ആളുകൾ, തിന്മകളുടെ ആളുകൾ, അവരോടുള്ള ജിഹാദ്. ഇതും കൈകൊണ്ടും നാവ് കൊണ്ടും കൽബ് കൊണ്ടുമെല്ലാം നിർവഹിക്കപ്പെടേണ്ട ജിഹാദാണ്. ഇങ്ങനെ 4 വിധമുണ്ട് എന്ന് മുസന്നിഫ് ഇതിനെ വിശദീകരിക്കുന്നത് ഹൈസം സർഹാൻ ഹഫിദുല്ലാഹ് പറയുകയാണ്. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അപ്പോൾ ഈ റിസാലയിലെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞു. ആദ്യം നമ്മൾ ഇതിനകത്ത് പറഞ്ഞത് 4 മസ്അലകളെ കുറിച്ചാണ്. ഇൽമു പഠിക്കുക, അമൽ ചെയ്യുക, അതിലേക്ക് ദഅവത്ത് ചെയ്യുക, ക്ഷമയവലംബിക്കുക. ഇതാണ് 4 മസ്അലകൾ പറഞ്ഞത്. പിന്നീട് ഒരു 3 മസ്അലയെക്കുറിച്ച് പറഞ്ഞു. തൗഹീദുർ റുബൂബിയ്യത്ത്, തൗഹീദുൽ ഉലൂഹിയ്യത്ത്, അതേപോലെ തൗഹീദുർ റുബൂബിയ്യത്തും ഉലൂഹിയ്യത്തും അസ്മാഉ സിഫാത്തും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൽ തന്നെ പറഞ്ഞ കാര്യമാണെന്ത്? ശിർക്കിൽ നിന്നും അതിൻ്റെ അഹ്ലുകാരിൽ നിന്നുമുള്ളതായ ബറാഅത്ത്. പിന്നീട് തൗഹീദ് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ചെറിയ ഒരു റിസാല നൽകി. അതിനുശേഷം ഉസൂലു സലാസ, അള്ളാഹുവിനെ അറിയുക, ദീനിനെ അറിയുക, അതേപോലെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക. പിന്നെ 4മത്തെ കാര്യമായിട്ടാണ് ഖാത്തിമത്ത്, സമാപനം. അത് താഗൂത്തിനെ വെടിയുന്നതിനെ സംബന്ധിച്ചും ജിഹാദ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുമുള്ളതായ കാര്യങ്ങളാണ് പഠിപ്പിച്ചത്. അതോടുകൂടി റിസാലം ചെയ്തു പൂർണ്ണമായി. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ ജീവിക്കാനും നല്ല തൗഫീഖ് നൽകട്ടെ. ഇത് നിരന്തരം എന്ത് ചെയ്യണം? വായിക്കുക എന്നുള്ളതാണ്. ഒരു വായനയിൽ അവസാനിപ്പിക്കേണ്ടതല്ല.
ഉസൂൽ സലാസ പല ഉലമാക്കളും ആധുനികരായ പല ഉലമാക്കളും എന്ത് ചെയ്യുമായിരുന്നു, ധാരാളക്കണക്കിന് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടെന്നാണ്. അതവർ ദർസുകളിലായിട്ടും മറ്റൊക്കെ, കാരണം അത്രയ്ക്കും സമഗ്രമായിട്ട് പല കാര്യങ്ങളും ദീനിൻ്റെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഏറ്റവും സംക്ഷിപ്തമായ ഒരു കൃതിയാണ്. അതുകൊണ്ട് ഇത് നിരന്തരം വായിക്കണം. അതിൻ്റെ ഷർഹകൾ, അതിൻ്റെ ദർസുകളൊക്കെ എന്തെങ്കിലും കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ.